നമ്മുടെ ഹോസ്പിറ്റലിൽ ചില എക്യുപ്മെൻറ്റ്സ് റീയൂസബിൾ ആണ്. അത് പേഷ്യൻറ്റിന് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് റീയൂസ് ചെയ്യാവുന്നതുണ്ട്. പേഷ്യൻ്റ് ടു പേഷ്യൻ്റ് മൾട്ടിപ്പിൾ ടൈംസ് റീയൂസ് ചെയ്യാവുന്ന എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് എത്ര തവണ റീയൂസ് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് അത് ക്ലീൻനെസ് അതിൽ കീപ്പ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പേഷ്യൻറ്റും ഇൻഫോംഡ് ആയിരിക്കണം. നമുക്ക് കൃത്യമായ ഗൈഡ് ലൈൻസ് ഉണ്ടായിരിക്കണം നമ്മുടെ ഹോസ്പിറ്റലിൽ. അത്തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് ഏതൊക്കെയാണ് റീയൂസ് ചെയ്യാൻ പറ്റുന്നത്, എത്ര തവണയാണ് റീയൂസ് ചെയ്യാൻ പറ്റുന്നത്, അതെന്തൊക്കെ കാര്യങ്ങൾ, അത് ക്ലീൻനെസ്സിൻ്റെ കാര്യത്തിൽ അതിൽ ക്ലീനിങ് ചെയ്യുന്നതിന് എങ്ങനെ ക്ലീനിങ് ചെയ്യണം, ഡിസ്ഇൻഫെക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, സ്റ്റെറിലൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇൻ ബിറ്റ്വീൻ പേഷ്യൻസിന് അത് യൂസ് ചെയ്യുമ്പോൾ സ്റ്റെറിലൈസേഷൻ നടക്കേണ്ട ഗൈഡ് ലൈൻസ് കൃത്യമായിട്ടും നമ്മുടെ ആശുപത്രിയിൽ നല്ല ഒരു രീതിയിൽ അത് പ്രാക്ടീസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവണം. IPC 7C റീപ്രോസസിങ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്, റീയൂട്ടിലൈസേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്, എക്യുപ്മെൻറ്റ്സ് ആൻഡ് ഡിവൈസസ് ആർ ഡൺ ആസ് പെർ ദ റിട്ടൺ ഗൈഡ് ലൈൻസ്. ശ്രദ്ധിക്കണം, ഇവിടെ കുറേ കാര്യങ്ങളിൽ നമ്മൾ നമ്മുടെ ആശുപത്രി എങ്ങനെ ചെയ്താൽ പോലെ എങ്ങനെ ചെയ്യുന്നു എന്നതിന് വ്യക്തമായി എഴുതി വയ്ക്കപ്പെട്ട നിയമാവലി നമ്മുടെ ആശുപത്രിയിൽ ഉണ്ടാവണം. അതിൻ്റെ ഒരു പ്രോട്ടോകോൾ നമ്മൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതനുസരിച്ചായിരിക്കണം റീയൂസ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്, എക്യുപ്മെൻറ്റ്സ് ആൻഡ് ഡിവൈസസ് നമ്മുടെ ഹോസ്പിറ്റലിൽ റീയൂസ് ചെയ്യേണ്ടത്. റിട്ടേൺ ഗൈഡൻസിന് IPC 7C കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്.